അച്ഛാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അയാളുടെ കാല് കഴുകാനൊന്നും പോകുന്നില്ല. നീ എന്താ ഈ പറയുന്നേ? ഇതൊക്കെ നാട്ടു നടപ്പാ, ചെയ്തേ പറ്റൂ. നീ വന്നേ. വാടാ വാ. അച്ഛാ ആദി. ആ വാ 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 മോനെ. ആ കണ്ടിയും വെള്ളം ഇങ്ങെടുത്തേ. അതെ, ആദ്യം കാല് കഴുകണം, എന്നിട്ട് വേണം മാലയിട്ട് സ്വീകരിക്കാൻ. കേട്ടല്ലോ? ആ ഓ ആ അത് വാങ്ങിച്ചു. വേഗം ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. വാ മോനെ വാ. സുമിത്രേ, ആമേ, വധൂവരന്മാരെ ആശീർവദിക്കുന്ന ചടങ്ങിന് ഉതിർപ്പൂക്കൾ വേണം. പൂക്കൾ എടുത്തു വെക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചതാ. തറവാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നീ അതെടുക്കാൻ മറന്നില്ലല്ലോ? ഇല്ലമ്മേ, ഞാനത് മറക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്രീൻ റൂമിന് ചേർന്നുള്ള ബെഡ്റൂമില്ലേ, അവിടെ പൂക്കൾ വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്തോണ്ട് വരാം. ശരി. ആ സുമിത്രേച്ചി. ആ ഹേമേ. ഷോ, എന്നാ പിന്നെ ഞാൻ തന്നെ എടുത്തോണ്ട് വരാം. ആ മോളെ, മാളു. എന്താ മുത്തശ്ശി? മോളെ, ഗ്രീൻ റൂമിന്റെ അടുത്തുള്ള ബെഡ്റൂമിലെ അവിടെ ഉതിർപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അതൊന്ന് എടുത്തോണ്ട് വരും. ശരി മുത്തശ്ശി. നിനക്കൊരു നല്ല പണി വരുന്നുണ്ട് മോളെ. കുറച്ചു നേരം അവൾ അവിടെ തന്നെ കിടന്നോട്ടെ. ഈ വള്ളിപ്പെണ്ണ് പുറത്തുണ്ടെങ്കിലേ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കില്ല. വാ പോം പോം പോം. പൂക്കൾ ഇവിടെ ഉണ്ടെന്നാണല്ലോ മുത്തശ്ശി പറഞ്ഞേ. എന്നിട്ട് എവിടെ കൊണ്ട് വച്ചേക്കാ ഇത്? ഇവിടെ വിളിച്ചിരിക്ക. തന്നെ എന്തിനാടോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? എടി മരവാഴെ, ഞാൻ എവിടെ പോയാലും നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നേ? അയ്യ, എങ്ങനെ? ഞാൻ എന്തിനാടെ കാട്ടു കുറങ്ങ നിന്റെ പിന്നാലെ നടക്കുന്നേ? അല്ലെല്ലാം നിനക്ക് എന്താ ഇവിടെ കാര്യം? ഇത് അമൃതേച്ചിയുടെ റൂമല്ലേ? അതെ, ഇത് ഞങ്ങളുടെ റൂമാ. ഇവിടെ എനിക്ക് വരാം. ഇവിടെ നിനക്കെന്താ കാര്യം? ഞാനേ പൂക്കൾ എടുക്കാൻ വന്നതാ. പൂക്കൾ എടുക്കാനോ? ഇതെന്താ തോവാള പൂ മാർക്കറ്റോ? മുത്തശ്ശി പറഞ്ഞു അനുഗ്രഹിക്കാനുള്ള പൂക്കൾ റൂമിലുണ്ടെന്ന്. അതെടുക്കാനായിട്ട് ഞാൻ വന്നതാ. കണ്ടില്ലേ, താനത് മുഴുവൻ തട്ടി തെറിപ്പിച്ചു. മുത്തശ്ശിയോട് ഇനി ഞാൻ എന്ത് പറയും? എങ്ങനെ? എന്ത്? ഞാൻ തട്ടി തെറിപ്പിച്ചെന്നോ? പെമ്പിളാരായാലേ നിലത്ത് നിൽക്കണം. എന്റെ മണ്ടയ്ക്ക് വന്ന് വീഴാൻ നിന്നോട് പറഞ്ഞോ? ദേ കിടക്കുന്ന പൂക്കള് പെരുക്കി എടുത്തോണ്ട് പോ.